കഴിഞ്ഞ 10 ദിവസത്തോളമായി കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് നടനും അവതാരകനുമായ രാജേഷ് കേശവ്. ഇക്കഴിഞ്ഞ 24-ാം തീയതി ഒരു പരിപാടിയിൽ നിൽക്കവേ വേദിയിൽ കുഴഞ്ഞുവീണ രാജേഷിന് ഹൃദയാഘാതമായിരുന്നു സംഭവിച്ചത്. 47 വയസ്സുകാരനായ രാജേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള കഠിന പരിശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തുന്നത്. അതിനിടെ രാജേഷിന് ട്രാക്കിയോസ്റ്റമി എന്ന ചികിത്സാരീതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ട്രാക്കിയോസ്റ്റമി എന്നാൽ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴുത്തിൽ ദ്വാരമിട്ട് അതിലൂടെ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിനെയാണ് ട്രാക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. 1-ാം തീയതിയാണ് രാജേഷിന് ട്രാക്കിയോസ്റ്റമി ചെയ്തത്. കഴുത്തിന് മുൻഭാഗം തുറന്ന് അതിലൂടെ വിൻപൈപ്പിട്ട് പുതിയ ശ്വാസോച്ഛ്വാസ വഴി സൃഷ്ടിക്കുന്നതാണ് ട്രാക്കിയോസ്റ്റമി എന്ന പ്രോസസ്. പതുക്കെ വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ രാജേഷിനെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചികിത്സ ചെയ്തത്. മാത്രമല്ല, തുടർച്ചയായി നടത്തുന്ന EEGയിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പതുക്കെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെങ്കിലും പോസിറ്റീവ് സൂചനയാണ് അതെല്ലാം നൽകുന്നത്. ക്രിട്ടിക്കൽ കെയർ, കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഒഫ്താൽമോളജി തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് രാജേഷിൻ്റെ മെഡിക്കൽ പുരോഗതി വിലയിരുത്തുന്നത്. നടനും അവതാരകനും ഒക്കെയായി വർഷങ്ങളായി ടിവിയിലൂടെയും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും എല്ലാം ശ്രദ്ധേയനായ താരമാണ് രാജേഷ് കേശവ്. ഹൃദയാഘാതം സംഭവിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലേക്ക് ഷോറിൽ ചികിത്സയിൽ കഴിയുന്ന രാജേഷിനു വേണ്ടി പ്രാർത്ഥനയിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം. വെന്റിലേറ്ററിലുള്ള നടന്റെ തിരിച്ചുവരവിനു വേണ്ടി ഭാര്യയും ഏകമകളും സുഹൃത്തുക്കളുമെല്ലാം പ്രാർത്ഥനയിൽ ഒപ്പമുണ്ട്. 47 വയസ്സുകാരനും വിവാഹിതനും അദ്ദേഹം ഒരു കുഞ്ഞിൻ്റെ പിതാവുമാണെന്നൊക്കെ അദ്ദേഹത്തിനൊരു അപകടം സംഭവിച്ചപ്പോഴാണ് ആരാധകർ അറിഞ്ഞത്. വർഷങ്ങളായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി അദ്ദേഹം ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്നയാളാണെങ്കിലും ഇപ്പോഴും എപ്പോഴും ഒരു 25-കാരൻ്റെ ചുറുചുറുക്കോടെയും ശബ്ദ സൗകുമാര്യത്തോടെയും മാത്രമാണ് അദ്ദേഹത്തെ ആരാധകർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന വാർത്ത പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആർക്കും സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം വലിയ ഞെട്ടലായിരുന്നു ആ വാർത്ത നൽകിയത്. ടെലിവിഷനിൽ കരിയർ ആരംഭിച്ച രാജേഷ് മലയാളത്തിലെ പ്രമുഖ അവതാരകരിൽ ഒരാളാണ്. നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളിലും ടോക്ക് ഷോകളിലുമെല്ലാം അദ്ദേഹം അവതാരകനായി എത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, നീന, തട്ടുംപുറത്ത് അച്യുതൻ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ രാജേഷ് അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.